പ്രിയപ്പെട്ട പരുത്തിപ്പാറ നിവാസികളെ, നാട്ടിലെ പേപ്പട്ടി ശല്യം കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ പഞ്ചായത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. ഓരോ വീട്ടിലും ഒരു കടി എന്ന നിലയിലാണ് പട്ടികൾ ഇപ്പോൾ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന കോടതി വിധി മാനിച്ച് പട്ടിയെ ഓമനിക്കാൻ ശ്രമിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് അംബുജാക്ഷൻ സാറിനും ഇന്നലെ രാത്രി കടി കിട്ടിയ കാര്യം വ്യസന സമേതം അറിയിച്ചുകൊള്ളുന്നു. എന്നിരുന്നാലും പ്രസിഡന്റിന്റെ വസതിയിൽ കടി കിട്ടിയവർക്ക് ആശ്വാസധനം നൽകുന്നുണ്ടെന്ന വിവരം ഈ വ്യസന സമയത്തും സന്തോഷത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഒരു കടി കിട്ടിയവർക്ക് 500 രൂപ, 2 കടി കിട്ടിയവർക്ക് 1000 രൂപ, കൂടാതെ ഒട്ടനവധി പ്രോത്സാഹന സമ്മാനങ്ങളും. മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുന്നു. പേപ്പട്ടി കടിച്ചാൽ 10,000 രൂപയാണ് പഞ്ചായത്ത് ഓഫർ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 10 പേർക്ക് 1000 രൂപയുടെ പലചരക്ക് സാധനങ്ങളുണ്ട്. അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുട്ടൻ സൂപ്പർ മാർക്കറ്റ് പരുത്തിപ്പാറ. അങ്ങനെയാണെങ്കിൽ പേപ്പട്ടി തന്നെ കടിക്കണം, എങ്കിലേ എന്തെങ്കിലും ഗുണം കിട്ടും. ഇത് ബായ്ക്കാണോ ഇറക്കേണ്ടത്, ഫ്രണ്ടാണോ ഇറക്കേണ്ടെന്ന് അറിയില്ല. ഒന്ന് സഹായിക്കാൻ എന്നെ. എങ്ങനെയാണേലും വേണ്ടില്ല, ആളിറങ്ങണം. എനിക്ക് വേറെ ഓട്ടോ ഉള്ളോ. അല്ല, ഇതാരാ ബൈജോ? എന്തു പറ്റിയടാ നിന്റെ മൂടിന്? ഒന്നും പറയണ്ട എന്റെ സുധാകര. ആ റീനയുടെ വീടിന്റെ പിന്നാമ്പുറത്ത് വെച്ച് ഒരു പട്ടി ചാടി വീണു. അതെന്റെ പിന്നാപ്പുറവും കടിച്ചുകൊണ്ടങ്ങ് പോയി. എന്തിന്? അതാ പട്ടിയോട് പോയി ചോദിക്ക്. അതല്ല, നാളെ നീ ഇനി എന്ത് ചെയ്യും? പ്രാഥമിക കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഞാനിനി ഒരാഴ്ചത്തേക്ക് പുറത്തു പോകുന്നില്ല. അതല്ല, എന്തെങ്കിലും കഴിക്കുന്നത് പുറത്തേക്ക് പോകേണ്ട വഴി എങ്ങനെയാന്നാ ചോദിച്ചത്. പോകേണ്ട വഴിയൊക്കെ ബാൻഡേഡ് ഒട്ടിച്ചു വെച്ചിരിക്കുവല്ലേ. അസ്ഥാനത്ത് കോമഡി അടിക്കരുതേ സുധാകര. അസ്ഥാനമായത് കൊണ്ടല്ലേ കാര്യങ്ങൾ കൃത്യമായിട്ട് ചോദിച്ചത്. അതെ, ഞാൻ നിൽക്കണോ അതോ പോണോ? നിനക്ക് ഓട്ടോ കാശ് വേണോ? അത് വേണം. എങ്കിൽ നിൽക്കേണ്ടി വരും. പട്ടികടി ഏൽക്കുന്നവർക്കേ പ്രസിഡന്റ് അംബുജാക്ഷൻ സാറ് ഒരു കടിക്ക് 500 രൂപ വെച്ച് കൊടുക്കും. എനിക്ക് 2 കടിയല്ലേ, അപ്പോൾ 1000 രൂപ കിട്ടും. എനിക്ക് കിട്ടിയാൽ നിനക്കും കിട്ടും. ചേട്ടനെ കടിച്ച പട്ടി ഇപ്പൊ അവിടെ കാണുവോ? എന്തിനാടാ കാശ് മോഹിച്ച് പട്ടിയുടെ വായിലേക്ക് ചെന്ന് കയറി കൊടുക്കണോ? അങ്ങനെയുള്ളെങ്കിൽ പേയുള്ള പട്ടിയെ നോക്ക്. രൂപ 10,000 കിട്ടും. ഒരു കടിക്ക് 500 രൂപ, 2 കടിക്ക് 750 രൂപ. അതെന്ത് കണക്കാ? ഇന്നലെ വരെ 2 കടിക്ക് 1000 രൂപ കൊടുത്തു. ഇന്ന് എനിക്ക് 2 കടി കിട്ടിയപ്പോൾ കാശ് കുറച്ചോ? അത് പിന്നെ ഒരാൾ തന്നെ 3-4 പ്രാവശ്യം കടി മേടിച്ചിട്ട് വരുമ്പോഴേ എടുത്തോടെ തരാൻ പ്രസിഡന്റിന് കാശ് വേണ്ടേ? നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയാണ് എന്റേത്. അണ്ടർവെയർ വരെ പട്ടിയുടെ വായിൽ നിന്നും വലിച്ചെടുക്കുകയായിരുന്നു ഞാൻ. എന്നാ പിന്നെ അണ്ടർവെയറിന് ആദ്യം കാശ് ചോദിക്കും. കണ്ടില്ലേ, സാധാ പട്ടിയുടെ കടിയും മേടിച്ചോണ്ട് വന്നിരിക്കുന്നു. ആ സമയത്തെ വല്ല പേപ്പട്ടിയുടെയും കടി മേടിച്ചിരുന്നെങ്കിലേ 10,000 കിട്ടിയേനെ. അല്ലെങ്കിൽ ഇവനെ കൊണ്ടൊന്നും കുടുംബത്തിന് ഒരു ഗുണവും ഇല്ലെന്ന്. പ്രസിഡന്റ് വരുന്നു. പഞ്ചായത്തിന്റെ കാശാണ്, ആരും വാരിക്കൊണ്ട് പോകാമെന്ന് കരുതി നിൽക്കണ്ട. ഡോക്ടറുടെ കുറിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കാശ് തരൂ. കമ്മിയാ കാശുണ്ടോ പ്രസിഡന്റ്? പട്ടിയുടെ പല്ലിന്റെ പാടുണ്ടോ? എങ്കിൽ പണം കിട്ടും, ഇല്ലെങ്കിൽ പണം കിട്ടാൻ പാടുപെടും. ആഹാ, നിനക്കും കിട്ടിയോടാ പട്ടിയുടെ കടി? ഒന്നും പറയണ്ടെന്റെ പ്രസിഡന്റെ. 2 ഭാഗത്തു നിന്നും ഓരോ ഏക്കറാ കടിച്ചുകൊണ്ട് പോയി. 1000 രൂപ തികച്ചു തരണേ പ്രസിഡന്റെ. ഭാഗ്യത്തിന് ഞാനിന്ന് കൂടെ നടക്കാൻ പോയില്ല. പോയിരുന്നെങ്കിലേ എന്റെ പിന്നാമ്പുറത്ത് ഇതുപോലെ ബാൻഡേഡ് ഒട്ടിച്ച് നടക്കേണ്ടി വന്നേനെ. അല്ല പ്രസിഡന്റ്, ഈ രോഗികളെ കൊണ്ട് വരുന്നവർക്ക് കാശൊന്നും ഇല്ലേ? എന്റെ ഈ കാല് കണ്ടോ? ഞാനത് ആരോട് എന്ന് കാശ് ചോദിക്കും? കടിക്കാൻ വരുന്ന പട്ടിക്ക് മുന്നിൽ ഞാൻ പ്രസിഡന്റാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മാത്രമല്ല, ഞാൻ ഈ കാശ് കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്താൻ പോവുക. പഞ്ചായത്തിൽ കാശില്ല. ഈ മാസം 65 പേർക്ക് കടി കിട്ടി. കഴിഞ്ഞ മാസം 40 പേർക്ക്. അതിൽ തന്നെ 1-2 കടി കിട്ടിയവർ വേറെ. ഈ സഹായം കൊടുക്കുന്ന പരിപാടി നിർത്തിയാൽ ഞങ്ങളെ പോലുള്ള സാധാരണക്കാർ എന്ത് ചെയ്യും പ്രസിഡന്റെ? നീയൊക്കെ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. കാശ് കിട്ടാൻ വേണ്ടി നീയൊക്കെ കടിക്കാത്ത പട്ടിയുടെ അണ്ണാക്കിലേക്ക്
കൈയും കാലും കൊണ്ട് കൊടുക്കുന്ന പരിപാടി അങ്ങ് നിർത്തിക്കും. പട്ടികളെ പിടിച്ച് കൂട്ടിലാക്കാൻ ജഗജില്ലികളായ 2 പട്ടിപിടുത്തക്കാരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. പഞ്ചായത്തിന്റെ തീരുമാനം അതാണ്. അതാവുമ്പോഴേ അവർക്ക് മാത്രം കാശ് കൊടുത്താൽ മതിയല്ലോ. പിടിച്ച് കൂട്ടിലാക്കാനോ? അപ്പൊ കൊല്ലില്ലേ? കൊല്ലാൻ പാടില്ലല്ലോ. മനുഷ്യരെ കൊല്ലാം, പക്ഷെ പട്ടിയെ കൊല്ലാൻ പാടില്ല. കൊന്നാൽ ആ നിമിഷം അകത്താ. ആരാണ് പ്രസിഡന്റ് പട്ടികളെ പിടിക്കാൻ വരുന്നത്? പുലിവേട്ടക്കാരൻ വാറണ്ണിയുടെ 2 മക്കൾ, പാക്കറിനും ഭാസ്കറിനും. 2നും പുലിയെ പിടിക്കുന്ന പണിയാ. ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതിന് നമുക്കിവിടെ പിടിക്കേണ്ടത് പുലികളെ അല്ലല്ലോ, പട്ടികളെ അല്ലേ? ഇവിടുത്തെ ഈ പ്രത്യേക സിറ്റുവേഷൻ കണക്കിലെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം അവർ പട്ടികളെ പിടിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം. വാറുണ്ണിയുടെ മക്കളാവുമ്പോൾ ഇനി പുഴയെ കുളിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പന്റെ സ്വഭാവം മക്കളും കാണിക്കാതിരിക്കുവോ? ഏയ്, ഇവർക്ക് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പന്റെ ഒരു സ്വഭാവവും അവർക്ക് കിട്ടിയിട്ടില്ല. ഒള്ളി പിടുത്തം മാത്രം. പട്ടിപിടുത്തം മാത്രം. ആരാ അങ്ങോട്ട് ഓടി വരുന്നേ? പ്രസിഡന്റ് ചതിച്ചു. ഒരു പേപ്പട്ടി 10-40 പേരെ കടിച്ചു. കരീച്ചിറ ജംഗ്ഷനിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. അവിടെ ഇനി എത്ര പേരെ കടിക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം. 10-40 പേരെ കടിച്ചെന്നോ? ഭഗവാനെ, 4 ലക്ഷം. അത് ഇനിയും കൂടാനാ സാധ്യത. ജെട്ടിയിൽ എന്തായാലും 10-30 പേര് കാണും. ഭഗവാനെ, പ്രസിഡന്റ് സ്ഥാനം പോവുമോ? കുടുംബവും വിൽക്കേണ്ടി വരുമോ? പ്രസിഡന്റ് നോക്കി നിൽക്കാതെ വാർണിയുടെ മക്കളെ വിളി. പുലിയെ പിടിക്കുന്നവർക്ക് എന്ത് പേപ്പട്ടി, വിളിക്കവരെ. ഹലോ, പാക്കു ആൻഡ് വാസ്കു അല്ലേ? പ്ലീസ് കം. ഇല്ലെങ്കിൽ ഇവരെല്ലാരും കൂടി എന്നെ എടുത്തിട്ട് കമ്മും. പരുത്തിപ്പാറ ഗ്രാമത്തിലേക്ക് പാക്കറിനും ഭാസ്കറിനും സ്വാഗതം. പ്രിയമുള്ള പരുത്തിപ്പാറ നിവാസികളെ, നമ്മുടെ നാട്ടിലെ പേപ്പട്ടിയുടെ ശല്യം നമുക്ക് സഹിക്കാൻ മേലാത്തത് കൊണ്ടാണ് നമ്മുടെ പാക്കറിനെയും ഭാസ്കറിനെയും നമ്മളിവിടെ വരുത്തിയിരിക്കുന്നത്. എന്തായാലും എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പേപ്പട്ടികളെയൊക്കെ പിടിച്ച് നമുക്കുള്ള നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചു തരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ല പ്രസിഡന്റെ, എന്നെ കടിച്ച പട്ടിയെ കണ്ടുപിടിക്കൂ. തീർച്ചയായിട്ടും ഈ ഗ്രാമത്തിലെ, നമ്മുടെ പരുത്തിപ്പാറ ഗ്രാമത്തിലെ എല്ലാ പട്ടികളെയും പേപ്പട്ടിയെയും പിടിച്ച് കൂട്ടിലാക്കുക എന്നുള്ളതാണ് ഈ പാക്കറിന്റെയും ഭാസ്കറിന്റെയും ഉത്തരവാദിത്വം. അല്ല പ്രസിഡന്റ്, ഞാനേ ഈ ഗ്രാമം മുഴുവൻ ഈ വണ്ടിയേല് അനൗൺസ്മെന്റ് നടത്തി വന്നിട്ട് എനിക്ക് ഇന്നുവരെ 5 പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല. എന്താ? കേക്ക് പറയുന്നത് മുഴുവൻ കേക്ക്. അതുകൂടാതെ ഞാൻ അവിടെ ചെന്ന് ഈ 3-4 പട്ടി കടിച്ച ആൾക്കാരെ ഞാൻ ആശുപത്രി കൊണ്ടാക്കി. എനിക്ക് വല്ല ആവശ്യമുണ്ടോ? എനിക്ക് എന്തെങ്കിലും തീർച്ചയായിട്ടും അതിനുള്ള പ്രതിഫലം കൃത്യമായും തന്നിരിക്കും സുധാകര. ഇത് വാറുണ്ണിയുടെ മക്കൾ തന്നെയാണോ? എവരെ എന്താ? കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്താ സംശയം? ഇവർ നമ്മുടെ വാറണ്ടിയുടെ മക്കൾ തന്നെയാണ്, പാക്കറിനും ഭാസ്കറിനും. ഞങ്ങളല്ല ചെയ്യണ്ടേ? പട്ടിയെ പിടിക്കണം, പേപ്പട്ടിയെ. മടുത്തു. പേപ്പട്ടി പോടാ, നീയാ പേപ്പട്ടി. എടാ, നിന്നെ വിളിച്ചതല്ല, ഇതിന്റെ അകത്ത് പേപ്പട്ടിയുണ്ട്. എന്നാ വെടിവെക്കടാ. കൃത്യം അവന്റെ തിരുനറ്റി നോക്കി തന്നെ കാഞ്ചി അങ്ങ് മരിച്ചോ.
തിരിച്ചിട്ട് നിന്നെ കിട്ടാൻ പ്രയാസമാ. ശരീരത്തിൽ എവിടെയെങ്കിലും കൊണ്ടാ മതിയോ? എടാ പേപ്പട്ടിക്ക് തന്നെ കൊള്ളണം. എന്റെ മുന്നേ ഇതുവരെ മാറിയ ചരിത്രമില്ല. കൊള്ളേണ്ട വസ്തു ചിലപ്പോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്നിരിക്കും. അത് സ്വാഭാവികം. എടാ അത് പേപ്പട്ടി തന്നെയാണോ അതോ ആട്ടുംകുട്ടിയോ പശുക്കിടാവൊന്നും അല്ലല്ലോ? എടാ നാട്ടുകാരുടെ ഇടികൊള്ളാൻ വയ്യാഞ്ഞിട്ടാ. വെടിയേറ്റ് വീഴുമ്പോ കണ്ടോ? 1 2 3. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. പുലിവേട്ടക്കാരൻ വാറുണ്ണിയുടെ മക്കൾ പാക്കരനും ഭാസ്കരനും പേപ്പട്ടിയെ പിടിക്കുന്ന പുഷ്പം പോലെ പിടിക്കുന്ന അതിമനോഹരമായ കാഴ്ച കാണുവാൻ കരീത്തറ ബോട്ടിയെട്ടിയിലേക്ക് പരുത്തിപ്പാറ നിവാസികളെ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. തോലച്ച് ഒരു വിധത്തിൽ ഉന്നം പിടിച്ചു വന്നതാ. ഇനി ഉന്നം പിടിക്കണമെങ്കിൽ ഒന്നേന്ന് പേപ്പട്ടിയെ പിടിച്ചോ? എന്റെ പ്രസിഡന്റ്, നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ? കാഞ്ചി വലിക്കാൻ തുടങ്ങിയപ്പോഴാ നിങ്ങളുടെ വരവ്. എന്നിട്ട് പേപ്പട്ടി എവിടെ? ജസ്റ്റ് മിസ്സിംഗ്. ഒന്നുകിൽ നമ്മളെ പറ്റിക്കാൻ ഈ കാട്ടിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഭാസ്കരനും പാക്കരനും വന്നു എന്നറിഞ്ഞ് ഈ പഞ്ചായത്ത് വിട്ടിട്ടുണ്ടാവും. ബോധപൂർവമുള്ള ഒരു കീഴടങ്ങൽ. അതിനാണ് സാധ്യത. ഇനിയിപ്പോ എന്ത് ചെയ്യും? ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ? പേപ്പട്ടിയെ പിടിക്കാൻ ഒരു ഊർജ്ജം കിട്ടും. ഊർജമൊക്കെ തരാം, പക്ഷെ പേപ്പട്ടിയെ പിടിക്കണം. പേപ്പട്ടിയെ പിടിച്ചില്ലെങ്കിൽ ഊർജമൊക്കെ ഊറ്റിയെടുത്തിട്ടേ നിങ്ങളെ ഞങ്ങൾ വിടും. പ്രസിഡന്റ് പറഞ്ഞത് കാര്യം. തീറ്റ കണ്ടിട്ട് ഏതോ പട്ടിണി രാജ്യത്തൊന്നും വന്നതാന്ന് തോന്നുന്നു. പട്ടിണി രാജ്യം എന്ന് പറയുന്നത് സൊമാലിയാണ്. അവിടെ പോലും ഇത്ര ആക്രാന്തം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്ക് ഭക്ഷണത്തോടെ എന്തോ വൈരാഗ്യം ഉണ്ടെന്ന് എനിക്ക് അതെ അതെ, മുജന്മ വൈരാഗ്യം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അതാ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അയ്യോ, ഇതിപ്പോഴെങ്ങാനും തീരുവോ? അതിപ്പോ തന്നെ തീർക്കും. അതല്ല, ഈ പേപ്പട്ടി ഇപ്പോഴെങ്ങാനും അവര് പിടിക്കുവോന്ന്. എന്തായാലും ഒരു പണി അവർ ചെയ്തോണ്ടിരിക്കല്ലേ, അത് കഴിഞ്ഞിട്ടാവാം അടുത്ത പണി എന്താന്ന് ആലോചിക്കാൻ. കണ്ടിട്ട് ഈ പണി ഉടനെ എങ്ങനെ തീരാൻ സാധ്യതയില്ലെന്നാ എനിക്ക് തോന്നുന്നു. നമ്മൾ ഇതുവരെ പേപ്പട്ടിയെ പിടിച്ചില്ല. മാനർച്ചി കിട്ടുവോ? ഇങ്ങനെ പോയാൽ രണ്ടാളെയും എനർജിയാക്കും. പ്രസിഡന്റ്, നിങ്ങൾ ഇങ്ങനെ തിന്നും കുടിച്ചൊക്കെ ഇരുന്നോ? ആ പേപ്പട്ടി ശിവദാസന്റെ മോളെ കടിച്ചിട്ട് നിങ്ങളുടെ മുന്നിൽ കൂടി ഓടിപ്പോയത് നിങ്ങൾ ആരും കണ്ടില്ലെന്നുണ്ടോ? അതിലും വലിയ കാഴ്ചയാ ഇവിടെ നടക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങൾക്ക് ആ പേപ്പട്ടി ഒന്ന് പിടിക്കാവോ? അത് ശരി, വീണ്ടും കഴിക്കാൻ പോവാ. നിങ്ങൾ കണ്ടോ, ഇനിയാണ് ഭാസ്കരന്റെയും പാക്കരന്റെയും ഇന്ദ്രജാലം. ആണ്ട് പോകുന്നു പേപ്പട്ടി. ഇതിനെ. പ്രസിഡന്റ്, പേ പിടിച്ച പട്ടിയെ പരുത്തിപ്പാറ പുഴ നീന്തിച്ച് അക്കരെ കടത്തിയിട്ടുണ്ട്. ഇനി അവൻ ഈ പ്രദേശത്തേക്ക് വരില്ല, ഉറപ്പ്. കുറച്ച് പണിയെടുക്കേണ്ടി വന്നു, എന്നാലും ആ ശല്യം അങ്ങ് ഒഴിഞ്ഞല്ലോ. സുധാകര, ആ മൈക്ക് തരൂ. പ്രിയപ്പെട്ട നാട്ടുകാരി, 10-40 പേരെ കടിച്ച പേപ്പട്ടിയെ നമ്മുടെ വാറുണ്ണിയുടെ മക്കൾ പാക്കരനും ഭാസ്കരനും നാടുകടത്തിയ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ഇവരുടെ ഈ ധീര പ്രവൃത്തിക്ക് പഞ്ചായത്തിന്റെ വക ഒരു ഉപകാരം നൽകുന്നു. 50,000 രൂപയുടെ ചെക്ക്. ഏത് പേപ്പട്ടി നാട് കടത്തിന്നാ പറയുന്നേ? ആ പേപ്പട്ടിയാണ് എന്നെ ഇപ്പൊ കടിച്ചത്. എനിക്ക് 10,000 രൂപയും തരണം, മരുന്നും വാങ്ങി തരണം. അപ്പൊ പിന്നെ നാട് കടത്തിയത് ഏത് പട്ടിയാണാ? അയ്യോ, ദേ ഗുണ്ടാരാജു. വെളിക്കിറങ്ങാൻ പോയ എന്റെ 2 ലക്ഷം രൂപയുടെ പട്ടിയെ ആരൊക്കെ കൂടെയാടാ പുഴ കിടത്തിയത്? പ്രസിഡന്റ്, നമ്മൾ പെട്ടു.
കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ പറയാ ഒരു കഥ ഇരുകഥ മുത്തശ്ശിക്കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ആ ഒരു കഥ ഇരുകഥ മുത്തശ്ശിക്കഥമാനം നിറയെ കഥ പറയാ കഥ പറയാ ഒരുപോലിരുപോൽ വന്നത് തിന്നത് ചടുക്കുട്ട് ചാടി മറിഞ്ഞത് എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം എല്ലാം എല്ലാം ചൊല്ലാം എല്ലാം ചൊല്ലാം ഇനി ഈ കാലം മാറി